കുടുംബശ്രീ മിഷന്റെ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. അഭിജിത്ത് കെ ദീപക്. നമസ്കാരം, ഞാൻ കുടുംബശ്രീ മിഷന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ് പ്രസാദ് കെ കെ. നമസ്കാരം, എൻ്റെ പേര് ജിഷ്ണു ഗോപൻ. കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനിലെ അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറാണ്, ഹെഡ് ഓഫീസ്. എൻ്റെ പേര് ദീപക് കെ ഉത്തമൻ. ഞാൻ കുടുംബശ്രീ തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പ്രോഗ്രാം മാനേജറായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ആദർശ് പിതയാല്. ഞാൻ തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ ജില്ലാ പ്രോഗ്രാം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. പി ദയാൽ. നമ്മളിപ്പോൾ തൃശ്ശൂർ ഇപ്പം തന്നെ നിലവിൽ ഒരുപാട് കലാമേളകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കലാമേള കൂടെ തൃശ്ശൂർ ജില്ല ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബഡ്സ് സ്കൂളുകളിലെ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ബഡ്സ് സ്കൂളുകളുടെയും കുട്ടികൾ അവരുടെ ഒരു കലാമേള, കലോത്സവം ഇത്തവണ നടക്കുന്നത്, ഈ വർഷം നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ വെച്ചിട്ടാണ്. അവിടെ ഏകദേശം നമ്മുടെ 187 ബഡ്സ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉണ്ട്. ഇവിടെ നിന്നുള്ള കുട്ടികളുടെ കലാമത്സരങ്ങളായിരിക്കും ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഈ മാസം 13, 14 തീയതികളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു കലാമേള അവിടെ അരങ്ങേറുന്നത്, നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് അരങ്ങേറുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവർകളാണ്. 13-ാം തീയതി രാവിലെ 9:30-ക്കാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രിയാണ്. ഫെബ്രുവരി 14-ന് വൈകിട്ട് 5:30-ക്കാണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വരുന്നത്. ഏകദേശം 22ഓളം പരിപാടികൾ നമ്മൾ ഈ കുട്ടികളുടെ പരിപാടികൾ, മത്സരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 4 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ അവിടെ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തുള്ള ഏകദേശം 500ഓളം കുട്ടികൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നുണ്ട്. അല്ല, ഇത് ബഡ്സ് സ്കൂളിലെയും അതേപോലെ തന്നെ BRC-കളിലെയും കുട്ടികളുണ്ട് അവിടെ. അതില് പ്രായം അവർ 18 വയസ്സ് താഴെയുള്ളവർ ബഡ്സ് സ്കൂളുകളിലും അതിന് മുകളിലുള്ളവർ രണ്ടും ഉണ്ട്. 2 തലത്തിൽ നമുക്ക് അവിടെ സീനിയർ ജൂനിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മത്സരങ്ങൾ ചെയ്യുന്നത്. മത്സരങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് വായിക്കാം. നാടൻപാട്ട് ജൂനിയർ, നാടൻപാട്ട് സീനിയർ, അതുപോലെ ഒപ്പനയുണ്ട്, നാടോടി നൃത്തം, അതിൽ തന്നെ സീനിയർ ആൺകുട്ടികൾ, സീനിയർ പെൺകുട്ടികളുടെയും, അത് ഈ പറഞ്ഞ പോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് തന്നെയാണ് മത്സരങ്ങൾ നടന്നു പോകുന്നത്. അതുപോലെ നാടോടി നൃത്തം സീനിയർ പെൺകുട്ടികളുടെ ഉണ്ട്, ജൂനിയർ നാടോടി നൃത്തം ജൂനിയർ ആൺകുട്ടികളുടെ, നാടോടി നൃത്തം ജൂനിയർ പെൺകുട്ടികൾ. അതുപോലെ തന്നെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ, എംബോസ് പെയിന്റിംഗ്, കളറിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, പെൻസിൽ ഡ്രോയിങ്, കീബോർഡ് എന്നീ മത്സരങ്ങൾ അവിടെ വരുന്നുണ്ട്. പിന്നെ ബാൻഡ് മേളം ഉണ്ട്. അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സ്, സംഘനൃത്തം, ചെണ്ട, മിമിക്രി ജൂനിയർ, മിമിക്രി സീനിയർ, ലളിതഗാനം സീനിയർ, ലളിതഗാനം ജൂനിയർ, പദ്യം സീനിയർ, പദ്യം ജൂനിയർ എന്നിങ്ങനെ ഏകദേശം 22ഓളം മത്സര ഇനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇത്രയാണ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തായാലും സംസ്ഥാന തലത്തിലുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും വലിയൊരു സഹകരണം ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.